ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരെ ഒരു തരത്തിൽ പരോക്ഷമായി പരിഹസിക്കുന്ന ഒരു മഹാസമ്മേളനം ഇപ്പോൾ എക്കാലവും ശബരിമലയെ നിഷേധിക്കുകയും അയ്യപ്പ ഭക്തന്മാരെ അവഗണിക്കുകയും ചെയ്തിരിക്കുന്ന അവിശ്വാസികളായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് വളരെയേറെ കൗതുകമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നാളെ പമ്പയിൽ ഒരു വലിയ ആഗോള അയ്യപ്പ സംഗമം സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! ഈശ്വര നിഷേധികളായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാർൽ മാർക്സിന്റെ ആദർശങ്ങൾ പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈശ്വരൻ ഇല്ല എന്ന് ആവർത്തിച്ച് പ്രഘോഷിക്കുന്നതായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശബരിമല അയ്യപ്പന്റെ സംരക്ഷണവും ഏറ്റുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു പരിഹാസ്യ നാടകം നാളെ കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. 4 കോടി രൂപ ചെലവഴിച്ചാണ് ഈ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമൊക്കെ ഇത് സംബന്ധിച്ചുള്ള ചെലവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്ന് ഒരിക്കൽ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത് ഇതിനകത്ത് സർക്കാരിന്റെ പങ്കാളിത്തം വളരെ ഗണ്യമാണ്. മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾ അനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഈ ആഗോള സംഗമത്തിന് ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇതുപോലെയുള്ള ഒരു സംഗമത്തിനായി നിയോഗിക്കുമ്പോൾ ഇതിനകത്ത് സർക്കാരിന്റെ പങ്കാളിത്തം വളരെ വ്യക്തമാണല്ലോ. മറ്റൊരു വളരെ കൗതുകകരമായിട്ടുള്ള ന്യായീകരണം എന്ന് പറയുന്നത് ഈ പണമെല്ലാം 4 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ ശേഖരിക്കുന്നു എന്നാണ്. ഇത് വളരെയേറെ പരിഹാസ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഈ സ്പോൺസർമാരാരാണ്? ആർജവമുണ്ടെങ്കിൽ ഈ സ്പോൺസർമാരെ പേര് വെളിപ്പെടുത്തണം. അവർ നൽകിയതായിട്ടുള്ള തുകയുടെ സംഖ്യ വെളിപ്പെടുത്തണം. 5ഉം 10ഉം രൂപയും അല്ല, 4 കോടി രൂപ ചെലവഴിക്കുന്ന ഒരു സംഗമത്തെ കുറിച്ച് എന്തെങ്കിലും ഉഡായിപ്പ് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ പരിഹസിക്കുന്നത് അവസാനിപ്പിക്കണം. ഇവിടുത്തെ വൈരുദ്ധ്യം ആവർത്തിച്ച് പറയട്ടെ, ദൃഢപ്രതിജ്ഞ എടുക്കുന്ന, ഈശ്വരനാമത്തിൽ പോലും പ്രതിജ്ഞ എടുക്കാൻ തയ്യാറാകാത്ത MLA-മാരും മന്ത്രിമാരുമാണ് ഇപ്പോൾ ചേർന്ന് ഈശ്വരനെ സംരക്ഷിക്കാനുള്ള ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ഇതുപോലെയുള്ള ഒരു നാടകം കളിക്കാൻ ശ്രമിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണ്! ആത്മാർത്ഥതയുടെ അല്പമെങ്കിലും അംശമുണ്ടോ? സത്യസന്ധതയുടെ അംശമുണ്ടോ? വിശ്വാസ സംബന്ധമായി എന്തെങ്കിലും നിലപാടുണ്ടോ? അത് വെളിപ്പെടുത്തണം. ഈ പറയുന്ന ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. അവസരവാദപരമായ നിലപാട് അവസാനിപ്പിക്കണം. ഒന്നുകിൽ നിങ്ങൾ പറയണം, ഞങ്ങൾ ഈശ്വര വിശ്വാസികളോടൊപ്പമാണ്, ഞങ്ങൾ ഈശ്വര നിഷേധികളല്ല എന്ന് പരസ്യമായി പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായ അവകാശം? ലോകത്തെമ്പാടുമുള്ള കോടി വിശ്വാസികൾ ആരാധിക്കുന്ന ശബരിമല അയ്യപ്പനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ധാർമ്മികമായി ആരാണ് അധികാരം തന്നിരിക്കുന്നത്? നിങ്ങൾ ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ പറയണം. ഇപ്പോൾ പറയുന്നത് ശബരിമല വികസനത്തിന് വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനാണ് ഈ ആഗോള സംഗമം നടത്തുന്നത്. കഴിഞ്ഞ 9.5 വർഷമായി നിങ്ങൾ അധികാരത്തിലിരിക്കുകയായിരുന്നല്ലോ. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എത്ര അളവ് വരെ നിങ്ങൾ നടത്തിയെന്നുള്ളത് വെളിപ്പെടുത്തണം. നിങ്ങൾ അവിടുത്തെ സ്ത്രീകൾ പ്രവേശിക്കുന്നത് സംബന്ധിച്ചുണ്ടാക്കിയ വിവാദം ഇന്നും കെട്ടടഞ്ഞിട്ടില്ല. നിങ്ങൾ വലിയ വിപ്ലവകാരികളായിട്ടുള്ള ആളുകളെ കൂലിക്കെടുത്ത്, യുവതികളെ കൂലിക്കെടുത്ത് പ്രവേശനം നടത്തി ചില നാടകങ്ങളൊക്കെ കളിച്ചത് പൊതുസമൂഹം മറന്നിട്ടില്ല.
എന്തേ അതേക്കുറിച്ചൊന്നും ഇപ്പം മിണ്ടാത്തത്? എന്നുമുതലാണ് നിങ്ങൾ അയ്യപ്പ ഭക്തന്മാരായത് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രീ പിണറായി വിജയനും എം.ഇ. ഗോവിന്ദനും ഒക്കെ? തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞങ്ങൾ ഈശ്വര വിശ്വാസികളാണ്, അയ്യപ്പ വിശ്വാസികളാണ്. നിങ്ങൾ ഈ നാടകം കളിക്കുന്നത് അവസാനിപ്പിക്കണം. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മഹാസംഗമം 4 കോടി രൂപ ചെലവഴിച്ച് പമ്പയിൽ നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ കരഞ്ഞോടിയ ഒരു നേതാവാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ സമിതിയെ വിളിച്ചുകൂട്ടിയിട്ട് അവിടെ അടിസ്ഥാനപരമായ വികസനങ്ങൾ ആവശ്യമാണ് എന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഭരണപരമായിട്ടുള്ള അംഗീകാരം കൊടുക്കുകയും ചെയ്യാൻ കഴിയാതെ പോകുന്നത്? അധികാരത്തിലല്ലേ കഴിഞ്ഞ 9.5 വർഷമായി നിങ്ങൾ ഇരിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളല്ലേ? എന്തേ അതിനുള്ള ആർജവം, തന്റെ അളവില്ലാതെ പോകുന്നത്? നിങ്ങൾ ഈ തരത്തിൽ ആളുകളെ പരിഹസിക്കുന്ന ഈ തരം പ്രചാരണ പരിപാടികളുമായി, PR വർക്കുമായി ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കനത്ത തിരിച്ചടി നിങ്ങൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നന്നായി ഈ തരം കാപട്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട്, വിശ്വാസ സമൂഹം കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എവിടെയെന്നെങ്കിലുമൊക്കെ സാമുദായിക സംഘടനയിൽ നിന്ന് കിട്ടുന്ന സഹായം വെച്ചുകൊണ്ട് മുതലെടുക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. ചില സാമുദായിക പ്രമാണികളൊക്കെ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നതായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ബലം. ആ സാമുദായിക പ്രമാണികളുടെ വിശ്വാസ്യതയൊക്കെ കേരളത്തിൽ നന്നായിട്ട് അറിയാം. ആരാണ് നിങ്ങളെ പിന്തുണയ്ക്കുന്നത്? ആ പിന്തുണയ്ക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? അവരതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതായ പ്രത്യുപകാരം എന്താണ്? ഇതൊക്കെ നന്നായി തിരിച്ചറിയുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ കാണണം. ഇതിനെ രാഷ്ട്രീയമായി കാണാൻ അല്ല പൊതുസമൂഹത്തിന് താല്പര്യം. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്വാസികളുടെ പ്രശ്നമാണ്. അവരെ സംബന്ധിച്ച് വൈകാരികമായി ഒരുപാട് ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം, ലോക പ്രശസ്തമായ ആ ക്ഷേത്രം. അതിനെ സംരക്ഷിക്കാനായി ഒരിക്കൽ കേരളത്തിലെ പൊതുസമൂഹത്തിലെ പുതുതലമുറ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അല്പം തമാശ രൂപത്തിലാണെങ്കിലും ശരി, ഒരിക്കൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന ബഹുമാന്യനായ E.K. നായനാർ നടത്തിയ ഒരു പ്രസ്താവന ഈ സമയത്ത് ഓർമ്മയാണ്. ഭഗവാൻ എന്തിനാണ് പാറാവ് എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം സ്വസിദ്ധമായി നിഷ്കളങ്കനായി നല്ല തമാശ പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. മനുഷ്യരുമായി വളരെ സ്നേഹം പുലർത്തുന്ന, എല്ലാ വിശ്വാസങ്ങളെയും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു നല്ല മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യനാണ് ബഹുമാന്യനായ E.K. നായനാർ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കാപട്യം അവസാനിപ്പിക്കണം. ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നത് നിങ്ങൾ വെളിപ്പെടുത്തണം. ശബരിമല വികസനത്തിന് പമ്പയിൽ ഈ സമയത്ത് ഒരു സമ്മേളനം നടത്തുന്നതിന്റെ പുറകിലുള്ള നിങ്ങളുടെ ഗൂഢോദ്ദേശം എന്താണെന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ തരത്തിലുള്ള കപട വേലകൾ കൊണ്ട് പൊതുസമൂഹത്തെ സ്വാധീനിച്ചു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നെങ്കിൽ CPM ഒരു മൂഢ സ്വർഗത്തിലാണ് എന്ന് പച്ചയായി പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ മന്ത്രിമാരൊക്കെ, ദേവസ്വത്തിന്റെ ചുമതലയുള്ള മന്ത്രിമാരൊക്കെ ഓരോരോ വിശദീകരണങ്ങളുമായി ഓരോ നിമിഷവും രംഗത്ത് വരികയാണ്. കാരണം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വിമർശനങ്ങൾക്ക് മുൻപിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് CPM ചെന്നുപെട്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പോലും യുക്തിസഹജമായ മറുപടി ഇക്കാര്യത്തിൽ പറയാൻ കഴിയുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഇതിന്റെ വിശദീകരണം ന്യായീകരണവുമായി പെടാപ്പാടുപെടുകയാണ്. എന്തായാലും ഇതിനകത്തെ കാപട്യം
സത്യസന്ധത ഇല്ലായ്മ, രാഷ്ട്രീയ സദാചാരം ഇല്ലായ്മ, ഇതെല്ലാം ഓരോ നിമിഷവും വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നാളെ നടത്തുന്നതായിട്ടുള്ള ഈ മഹാസംഗമം കൊണ്ട് കേരളത്തിലെ ഈശ്വര വിശ്വാസികളെയും ശബരിമല അയ്യപ്പനെ ആരാധിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളെയും തങ്ങളുടെ വരുതിയിലാക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അതിനേക്കാൾ വലിയ പമ്പര വിഡ്ഢിത്തം വേറെ ഒന്നുമില്ല എന്ന് പച്ചയായി പറയേണ്ടിയിരിക്കുന്നു. എന്തും കാണിച്ച് ജനങ്ങളുടെ കയ്യടി വാങ്ങാമെന്ന് വിചാരിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. സ്പോൺസർഷിപ്പ് വഴിയിലൂടെ കോടിക്കണക്കിന് രൂപ സമാഹരിക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അത് സാധിച്ചെന്ന് വരാം. വെളിപ്പെടുത്തണം, സുതാര്യതയുണ്ടാകണം. ഈ അടുത്ത സമയത്ത് എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് ഈ ശബരിമല ക്ഷേത്രത്തിന്റെ ദ്വാരപാലകരുടെ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള സ്വർണം ഇപ്പോൾ കാണാനില്ല. 4 കിലോ സ്വർണത്തിന്റെ കുറവാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പാളികൾ വീണ്ടും സ്വർണം പതിക്കാനായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് നോക്കിയപ്പോൾ 4 കിലോ സ്വർണം ഇപ്പോൾ കാണാനില്ലത്ര. എന്തൊരു ഭയങ്കര സംഭവമാണ്! എങ്ങനെ സഹിക്കും ഇത് വിശ്വാസികൾ? അപ്പോൾ ഈശ്വരന്റെ പേരിൽ പോലും തട്ടിപ്പ് നടത്താൻ ഉളുപ്പില്ലാത്തതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നു ഈ സർക്കാർ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ പോലും കുറ്റപ്പെടുത്താനായി സാധ്യമല്ല. അതിൽ പ്രതികളായിട്ടുള്ളവരെ താമസിയാതെ കണ്ടെത്തണം. അല്ലാതെ ആഗോള സംഗമം നടത്തി 10 വോട്ട് വാങ്ങിക്കാമെന്ന് സാമുദായിക നേതാക്കന്മാരുടെ പിന്തുണയും വാങ്ങിച്ചുകൊണ്ട് അവസരവാദികളായിട്ടുള്ള ചില നേതാക്കന്മാരുടെ പ്രസ്താവനകളിൽ മയങ്ങിക്കൊണ്ട് ഈ തരം കോപ്രായങ്ങൾ കാട്ടുന്നത് അവസാനിപ്പിക്കുന്നതാണ് CPM നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ വൻപിച്ച തിരിച്ചടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും. ഇതെല്ലാം ഒരു ബൂമറാങ്ങായി മാറും എന്ന വസ്തുതയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഇത്തരുണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ അനുസ്മരിപ്പിക്കാനുള്ളത്.